എനിക്കറിയാം എല്ലാവർക്കും ഗ്രാമറിനോടൊരു വിദ്വേഷവും ഒരു പ്രോബ്ലം ഒക്കെ ഉള്ള ആളുകളാണ് നമ്മളിൽ മിക്കവരും. കുട്ടിക്കാലത്ത് കണക്ക് പഠിക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കത്തില്ലേ, ഗുണന പട്ടിക, അതേപോലെയാണ് ഇംഗ്ലീഷിൽ ഗ്രാമർ. നമ്മൾ ബേസിക് ഗ്രാമർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. എന്നോട് മിക്ക സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു സംശയമാണ്, ടീച്ചറെ എനിക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ല, അപ്പം ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും? അതായത് എനിക്ക് ABCD മാത്രമേ അറിയുള്ളൂ, അപ്പം ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം? അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നൊരു മറുപടിയാണ്, ഇംഗ്ലീഷ് പഠിക്കുക, ഇംഗ്ലീഷ് മാത്രമല്ല ഏതൊരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നതും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പം നമുക്ക് ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഞാൻ തീരെ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളായിരുന്നു എങ്കിൽ, അതായത് എനിക്ക് ABCD മാത്രമേ അറിയുള്ളൂ എന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പഠിക്കുന്നത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനും കണ്ടു നോക്കുക. ഓരോ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ പറയുന്ന രീതിയിൽ ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ്, നമുക്കിപ്പം ABCD ലെറ്റേഴ്സ് മാത്രമേ അറിയുള്ളൂ, കുറച്ച് വാക്കുകളും കൂടി അറിയാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വാക്കുകൾ പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഏതൊരു ലാംഗ്വേജ് സംസാരിക്കണമെങ്കിലും നമുക്കതിലെ വാക്കുകൾ അറിഞ്ഞിരിക്കണം. വാക്കുകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വാക്കുകൾ അറിഞ്ഞാൽ മാത്രമേ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള വാക്കുകൾ പഠിക്കണം. അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ഡിക്ഷണറി എടുത്ത് വെച്ചിട്ട് ഓരോ വാക്കായിട്ട് പഠിക്കണം എന്നല്ല. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ കോൺവെർസേഷൻ ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ പഠിക്കുക. അതിന് നിങ്ങൾ കുറച്ചൊന്ന് എഫേർട്ട് എടുക്കേണ്ടി വരും. കാരണം വാക്കുകൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ്. ഈ ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, വാക്കുകൾ പഠിക്കാതെ വേറെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. അതായത് ബേസിക് ആയിട്ടുള്ള വാക്കുകൾ പഠിക്കാതെ വലിയ വലിയ വാക്കുകളൊക്കെ പഠിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന വാക്കുകളുടെ ഇംഗ്ലീഷ് വേർഡ്സ് അല്ലെങ്കിൽ എക്സാക്ട് മീനിങ് അല്ലെങ്കിലും അതിനോട് ക്ലോസ് മീനിങ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ ആദ്യം പഠിച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സെൻറ്റൻസസും കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എന്നെ ഒന്ന് സഹായിക്കുമോ, പ്ലീസ് ഹെൽപ്പ് മീ, നിൻ്റെ പേരെന്താണ്, വാട്ട് ഈസ് യുവർ നെയിം, അല്ലെങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്, ഇനി എത്ര സമയമെടുക്കും. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടായിരിക്കുമല്ലോ, അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇംഗ്ലീഷ് മിത്രയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അങ്ങനെ കുറേ ഡെയിലി യൂസ്ഡ് വേർഡ്സും ഡെയിലി യൂസ്ഡ് സെൻറ്റൻസസും നമ്മൾ പല സമയങ്ങളിലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീരെ ഇംഗ്ലീഷ് അറിയാത്ത ആളുകളാണെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് പഠിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തൊന്ന് പഠിച്ച് തുടങ്ങുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് ഫ്രീ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒത്തിരി വേർഡ്സും പഠിക്കാം, ഒത്തിരി സെൻറ്റൻസസും പഠിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ വേർഡ്സും കുറച്ച് സെൻറ്റൻസസ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സെൻറ്റൻസസും കൂടി നമ്മൾ പഠിച്ച് വയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യം വരുന്നത്, നമ്മൾ കുടുങ്ങി നിൽക്കുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അല്ല നമ്മൾ എല്ലാ വാക്കുകളും പഠിച്ചിട്ട് എല്ലാ സെൻറ്റൻസും ഉണ്ടാക്കാൻ പഠിക്കാം എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത്യാവശ്യം യൂസ് ചെയ്യേണ്ട സെൻറ്റൻസസ് പഠിച്ചു വയ്ക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. വേർഡ്സ് പഠിക്കുക, ബേസിക് ആയിട്ടുള്ള വാക്കുകൾ പഠിക്കുക. വലിയ വലിയ വാക്കുകളല്ല, ബേസിക് ആയിട്ടുള്ള വാക്കുകൾ. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ സെൻറ്റൻസസ്, നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചെറിയ ചെറിയ സെൻറ്റൻസസും പഠിക്കുക. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സെൻറ്റൻസ് ഈ വാക്കുകൾ നമ്മളിപ്പോൾ പഠിച്ച ബേസിക് ആയിട്ടുള്ള വാക്കുകളുണ്ടല്ലോ, അത് യൂസ് ചെയ്ത് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കണം എന്ന് പഠിക്കാം. അതായത് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ലിമിറ്റഡ് ആണ്. നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്ന സെൻറ്റൻസസ് വളരെ ലിമിറ്റഡ് ആണ്. നമ്മളിൽ പലരും, കുറച്ച് പേര് ഇത് കാണുന്നവർ സ്റ്റുഡൻസ് ആയിരിക്കും, പക്ഷെ നമ്മളിൽ പലരും ആരാണ്, വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് ആയിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും ആ ഒരു സമയം കിട്ടണം എന്നില്ല ഓരോ സെൻറ്റൻസും കാണാതെ പഠിക്കാനായിട്ട്, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ പഠിച്ച വാക്കുകൾ വെച്ച് തന്നെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ബേസിക് ഗ്രാമർ പഠിക്കണം. എനിക്കറിയാം എല്ലാവർക്കും ഗ്രാമറിനോടൊരു വിദ്വേഷവും ഒരു പ്രോബ്ലം ഒക്കെ ഉള്ള ആളുകളാണ് നമ്മളിൽ മിക്കവരും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ ഗ്രാമർ അത്ര പ്രയാസമുള്ള കാര്യമോ അല്ലെങ്കിൽ ഗ്രാമർ പഠിക്കാൻ അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ കുട്ടിക്കാലത്ത് കണക്ക് പഠിക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കത്തില്ലേ, ഗുണന പട്ടിക, അതേപോലെയാണ് ഇംഗ്ലീഷിൽ ഗ്രാമർ.
നമ്മൾ ബേസിക് ഗ്രാമർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പം നിങ്ങളിൽ പലരും എന്നോട് ചോദിക്കാം, ഇതെങ്ങനെയാണ് ടീച്ചറെ ശരിയാവുന്നത്? ഞാൻ മലയാളിയാണ്, ഞാൻ മലയാളം പഠിച്ചപ്പോൾ എന്നെ ആരും ഗ്രാമർ ഒന്നും പഠിപ്പിച്ചിട്ടല്ല ഞാൻ മലയാളം സംസാരിക്കാനായിട്ട് പഠിപ്പിച്ചത്. അതൊക്കെ കറക്റ്റാണ്, വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചപ്പോൾ തന്നെ മലയാളം സംസാരിച്ച് തുടങ്ങിയവരല്ല. നമ്മൾ ജനിച്ചു വീണ സമയത്ത് തൊട്ട് നമ്മൾ കൂടുതലായിട്ടും കേൾക്കുന്നതും നമ്മൾ വായിക്കുന്നതും നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ലാംഗ്വേജും മലയാളമാണ്. ഇപ്പം നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല സംസാരിച്ചിട്ടുണ്ടാവുക. മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടായിരിക്കും. അതിപ്പോൾ ഉച്ചാരണത്തിലായാലും വാക്കുകൾ യൂസ് ചെയ്യുന്നിടത്തായാലും നമ്മൾ തെറ്റുകൾ വരുത്തിയിട്ടുണ്ടായിരിക്കും, നമ്മളെ തിരുത്തി തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ മലയാളം പഠിച്ചത്. നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതും മറ്റുള്ളവർ സംസാരിക്കുന്നതും നമുക്ക് തിരുത്തി തരുന്നതും ഒക്കെ മലയാളം. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാമറൊന്നും ഇല്ലാതെ മലയാളം പഠിച്ചത്. ഇതേപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷും പഠിക്കാം. പക്ഷെ നമ്മളെ ചുറ്റിയുള്ള ആളുകൾ സംസാരിക്കുന്നത് മൊത്തം ഇംഗ്ലീഷിലായിരിക്കണം, നമ്മൾ കേൾക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കണം, നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ ഒരാൾ തിരുത്തി കൂടി തരണം. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ മലയാളം പഠിച്ചതുപോലെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ. അതും പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് യു ഇയേഴ്സ്, വർഷങ്ങളെടുക്കും നിങ്ങൾക്ക് മലയാളം പഠിച്ചതുപോലെ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ. ഇഫ് യു ആർ അപ് ടു ഇറ്റ്, നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ചൂസ് ദാറ്റ് വേ. അതിനൊരു കുഴപ്പമില്ല, അത് തെറ്റായിട്ടുള്ളൊരു മാർഗ്ഗമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ആ മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ല നമുക്ക് ഇത്ര ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സമയമേ ഉള്ളൂ, അതിനുള്ളിൽ നമുക്ക് ഒന്ന് ഇംഗ്ലീഷ് പഠിച്ചെടുക്കണം എന്നാണെങ്കിൽ ഗ്രാമർ ഇസ് ദ ബെസ്റ്റ് തിങ്. ഗ്രാമർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ആഡ്ജക്റ്റീവിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിക്കണമെന്നോ ഇൻട്രാൻസിറ്റീവ് വേർബ്സും പഠിക്കണമെന്നോ അല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന സെൻറ്റൻസ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ആ സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ ഉണ്ടാക്കാം എന്ന് പഠിക്കണം എന്നാണ്. മലയാളം പോലെ തന്നെയാണ് ഏറെക്കുറെ ഇംഗ്ലീഷും. ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഓരോ രീതിയിലാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഞാൻ ഉറങ്ങുകയാണ്. ഇത് ഇന്നലെ ചെയ്തൊരു കാര്യമാണെങ്കിൽ ഞാൻ ഇന്നലെ ഉറങ്ങുകയാണ് എന്നല്ല നമ്മൾ പറയുന്നത്. ഞാൻ ഇന്നലെ ഉറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ് പറയാം അല്ലേ. ഞാൻ ഉറങ്ങും, ഞാൻ നാളെ ഉറങ്ങും എന്നേ പറയുള്ളൂ. ഞാൻ നാളെ ഉറങ്ങുകയായിരുന്നു നമ്മൾ പറയില്ല. ഇതേപോലെയാണ് ഇംഗ്ലീഷിൽ. നമ്മൾ ഓരോ സിറ്റുവേഷനിലും ഓരോ രീതിയിലാണ് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഉറങ്ങാറുണ്ട്, ഞാൻ 10 മണിക്ക് ഉറങ്ങാറുണ്ട്. ഐ സ്ലീപ്പ് അറ്റ് 10 o'clock എന്നാണ് പറയുന്നത്. ഇതേ കാര്യം ഇന്നലെ നടന്ന കാര്യമാണെങ്കിൽ ഞാൻ ഇന്നലെ 10 മണിക്ക് ഉറങ്ങി എന്നായിരുന്നുവെങ്കിൽ ഐ സ്ലെപ്റ്റ് അറ്റ് 10 o'clock എന്നാവും. സ്ലീപ്പ് മാറി സ്ലെപ്റ്റ് ആവും. അതേ കാര്യം ഞാൻ നാളെ ചെയ്യും എന്ന് പറയാണ്, ഞാൻ നാളെ 10 മണിക്ക് ഉറങ്ങും, അങ്ങനെയാണെങ്കിൽ ഐ വിൽ സ്ലീപ്പ് അറ്റ് 10 o'clock എന്നാവും. അപ്പോൾ കണ്ടില്ലേ, ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഓരോ രീതിയിലാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. ഇത് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇതും പിന്നെ ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്രാമർ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. വലിയ കോംപ്ലക്സ് ഗ്രാമർ ക്ലാസ്സസ് ഒന്നും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട, ഡെഫിനിഷൻസ് പഠിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. നമുക്ക് ഡെയിലി സംസാരിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഗ്രാമർ അത് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ഇങ്ങനത്തെ വീഡിയോസും നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് വീഡിയോസായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇംഗ്ലീഷ് മിത്രയുടെ പേജിൽ തന്നെ ബേസിക് ആയിട്ടുള്ള, അതായത് ആദ്യം തൊട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഗ്രാമർ ക്ലാസ്സസ് എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം വീഡിയോസായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം തന്നെ നിങ്ങൾ പകുതി കാര്യങ്ങൾ പഠിച്ചു. നമുക്ക് എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് മെയിനായിട്ട് വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏത് വാക്ക് എവിടെ ഉപയോഗിക്കണം എന്നറിയില്ല, ഏത് സിറ്റുവേഷനിൽ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കണം എന്നറിയില്ല, അങ്ങനത്തെ പ്രശ്നമാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യുക, അതായത് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ ഹിന്ദി സിനിമ, തമിഴ് സിനിമയൊക്കെ കാണുമ്പം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലേ. പക്ഷേ ഒരു ഹിന്ദി അറിയാവുന്ന ആൾ അല്ലെങ്കിൽ ഒരു തമിഴ് അറിയാവുന്ന ഒരാൾ നമ്മളോട് ഈ ലാംഗ്വേജസിൽ സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവർക്ക് എന്താ മറുപടി പറയേണ്ടത് നമ്മൾ അറിയില്ല, നമ്മൾ ബ്ലാങ്ക് ആയി പോകും. പക്ഷെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ പ്രശ്നം നമ്മൾ മറികടക്കണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് നമ്മളുടെ ബ്രെയിനിന് അത് പരിചിതമാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച സെൻറ്റൻസസ് വെച്ചിട്ട് നമ്മളുടെ ഫ്രണ്ടുമായിട്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചറുമായിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലുമായിട്ടോ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്ക് അവർക്ക് തിരുത്തി തരാൻ പറ്റണം.
അല്ലാതെ വെറുതെ നമ്മളെപ്പോലെ നമ്മുടെ അത്രയും ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളെക്കാട്ടും കുറവ് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന തെറ്റ് തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഇല്ല. അപ്പം നമ്മളെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അറിയാവുന്ന ഒരാൾക്ക്, നമുക്ക് തിരുത്തി തന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് വേണം നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും കണ്ണാടിയിൽ നോക്കി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ബിഗിനേഴ്സിനെ എൻകറേജ് ചെയ്യാത്തത്. അതായത് മിസ്സേ ഞാൻ കണ്ണാടി നോക്കി പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് തെറ്റ് തന്നെയാണ് പറയുന്നതെങ്കിൽ ഈ കണ്ണാടിയിൽ നോക്കി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ദിവസം ഒരു 10 to 15 മിനിറ്റെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. കുറഞ്ഞ സമയമാണ് ഞാൻ പറയുന്നത്, പക്ഷെ അത്രയെങ്കിലും നമ്മൾ ദിവസവും ചെയ്യണം. ഇപ്പം ദിവസം അരമണിക്കൂർ, ഒരു ദിവസം അരമണിക്കൂർ ചെയ്യുന്നു, 10 ദിവസം ചെയ്യുന്നില്ല, അത് കഴിഞ്ഞിട്ട് വീണ്ടും അരമണിക്കൂർ ചെയ്യുന്നു, അതുകൊണ്ട് കാര്യമില്ല. that won't work. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ദിവസവും കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് സമയം, ഒരു 10 to 15 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഴുതുക. അപ്പം നിങ്ങൾ ആലോചിക്കും, ഇംഗ്ലീഷ് സംസാരിക്കുന്നതും ഇംഗ്ലീഷ് എഴുതുന്നതും തമ്മിൽ എന്താ ടീച്ചറെ ബന്ധം എന്നുള്ളത്. അതും ഒരു തരത്തിൽ പ്രാക്ടീസാണ്. പല സ്റ്റുഡൻസും എന്നോട് പറയാറുണ്ട്, എനിക്ക് ഗ്രാമറൊക്കെ അറിയാം മിസ്സേ, പക്ഷേ എനിക്ക് സംസാരിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല, മറന്നു പോവാണ്, എവിടെയാണ് ഹാസ് യൂസ് ചെയ്യേണ്ടത്, ഹാവ് യൂസ് ചെയ്യേണ്ടത്, പക്ഷെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇവിടെയാണെന്നുള്ളത്, എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല യൂസേജസ് ഒക്കെ. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ ഗ്രാമർ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇപ്പം ഹാസിൻ്റെയും ഹാവിൻ്റെയും യൂസേജ് പഠിച്ചു. അതായത് എനിക്കൊരു വസ്തു കൈവശം ഉണ്ടെന്ന് എങ്ങനെ പറയാമെന്ന് പഠിച്ചു. അപ്പം നമ്മൾ അത് വെച്ചിട്ട് ഒരു 10 സെൻറ്റൻസസ് എങ്കിലും എഴുതി പഠിക്കാം. എനിക്കൊരു കാറുണ്ട്, അവൾക്കൊരു വീടുണ്ട്, അവന് 4 അനിയത്തിമാരുണ്ട്, എനിക്ക് നാളെ ഒരു കല്യാണം പരിപാടി ഉണ്ട്. അങ്ങനെ എഴുതി ഓരോ സെൻറ്റൻസ് ആയിട്ട് ഇംഗ്ലീഷിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഒരു 10 to 15 സെൻറ്റൻസസ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എഴുതിയും കൂടി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ സംസാരിച്ചും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എഴുതിയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം എക്സ്പോഷർ നിങ്ങൾക്ക് എന്തിന്ന് കിട്ടും? ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് കിട്ടും. അത് നിങ്ങൾക്ക് വളരെ നല്ലൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. ദിവസവും ഒരു 10 to 15 മിനിറ്റ്സ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 to 15 മിനിറ്റ്സ് പറ്റില്ലെങ്കിൽ ഒരു പേജെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷിൽ എഴുതാം. അത് വളരെ നല്ലതായിരിക്കും. ഒരു പേജെങ്കിലും എഴുതാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് എങ്ങനെയാണ്, നമുക്ക് കൂടുതലായിട്ടും അത് യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ. അപ്പോൾ ഒരു പേജെങ്കിലും നിങ്ങൾ എഴുതുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്ത് നിങ്ങൾ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ, ഇത് 3ാമത്തെ സ്റ്റെപ്പാണ്. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉച്ചാരണവും ആക്സൻറ്റും ബെറ്റർ ആക്കുക. ഇപ്പോൾ പല സ്റ്റുഡൻസും നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ, നല്ല കോൺഫിഡൻറ്റോടു കൂടി സംസാരിക്കാറുണ്ട്. പക്ഷേ ഉച്ചാരണം അല്ലെങ്കിൽ ചെറുതായിട്ട് മലയാളം ആക്സെൻ്റ് ഉണ്ടാവും. ആ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചാലും നമ്മുടെ ഇംഗ്ലീഷ് ബാഡ് ഇംഗ്ലീഷാണ്. ഈ വാക്കുകൾ ഉച്ചരിക്കുന്ന രീതി, ചിലർ സ്പെല്ലിങ് മാത്രം നോക്കിയിട്ടാണ് വാക്കിൻ്റെ ഉച്ചാരണം പഠിക്കുന്നത്. അപ്പം അവിടെ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ഈ വാക്ക് എങ്ങനെ ശരിക്കും ഉച്ചരിക്കുന്നതെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഈ ഉച്ചാരണം ശരിയാക്കാൻ വേണ്ടിയിട്ടും ആക്സെൻ്റ് എന്ന് പറയുമ്പോൾ വലിയ സീരിയസ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതായത് ഫോർ എക്സാമ്പിൾ ചിലർ സംസാരിക്കുമ്പം ആൻഡ്, ദാറ്റ്, ദിസ് അങ്ങനെ അവസാനത്തെ ലെറ്ററിൽ കൊണ്ടുവന്ന് സ്ട്രെസ് കൊടുക്കും. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനെ സ്ട്രെസ് കൊടുക്കില്ല. ലാസ്റ്റ് ലെറ്റർ ഓൾമോസ്റ്റ് ഓൾ ദ ടൈം പാർഷ്യലി പ്രൊനൗൺസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യില്ല, പകുതി ഉച്ചരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉച്ചരിക്കില്ല. കാറ് എന്ന് പറയുന്നത് നമ്മൾ കാർ അല്ലെങ്കിൽ കാ അത്രേ പറയുള്ളൂ. ഒന്നെങ്കിൽ പകുതി ഉച്ചരിക്കും, അല്ലെങ്കിൽ ഉച്ചരിക്കില്ല ലാസ്റ്റ് ലെറ്റർ ആർ. അപ്പം അതാണ് പ്രശ്നം. അപ്പം അത് നമുക്കറിയില്ല, നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്, അപ്പം നമ്മൾ ഉച്ചാരണം മോശമായിരിക്കും, ആക്സെൻ്റ് കയറി വരും. അതേപോലെ തന്നെ സ്പെല്ലിങ് നോക്കി ഉച്ചരിക്കുന്ന ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ BOWL, ഈ ഒരു വേർഡ് പാത്രം, അത് നമ്മൾ ബൗൾ എന്നാണ് പലരും ഉച്ചരിക്കുന്നത്, പക്ഷെ ബോൾ എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, ബോൾ അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ബൗൾ എന്ന് ഉച്ചരിക്കുന്ന കാരണം നമ്മൾ W കണ്ടു, സൗണ്ട് ഉണ്ട്, അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷ് കേൾക്കുക. ഇംഗ്ലീഷ് കേൾക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ സിനിമ കാണുന്നത് അതുകൊണ്ട് കാര്യമില്ല. കാരണം സിനിമ കാണുമ്പോൾ നമ്മുടെ ഫോക്കസ് എപ്പോഴും സിനിമയിലായിരിക്കും, കഥയിലായിരിക്കും, അല്ലെങ്കിൽ കാണുന്ന പിക്ചറിലായിരിക്കും. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് ചെറിയ ചെറിയ പോഡ്കാസ്റ്റുകൾ കേൾക്കുക. റേഡിയോ പോലത്തെ ഒരു സാധനം തന്നെയാണ് ഈ പോഡ്കാസ്റ്റ്. യൂട്യൂബിൽ അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട്.
അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോൺറ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ്, ചിലർക്ക് ക്രൈം ഇഷ്ടമായിരിക്കും, അപ്പോൾ ക്രൈം പോഡ്കാസ്റ്റുകൾ കേൾക്കുക. ചിലർക്ക് ക്രിക്കറ്റ് ഇഷ്ടമായിരിക്കും, സ്പോർട്സ് ഇഷ്ടമായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോഡ്കാസ്റ്റുകൾ കേൾക്കുക. കറണ്ട് അഫയേഴ്സ് ആണ് ഇഷ്ടമെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോഡ്കാസ്റ്റുകൾ കേൾക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓരോ വാക്കിൻ്റെ ഉച്ചാരണവും നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ആക്സെൻറ്റും പോയി കിട്ടും. ഈ കേൾക്കുന്ന വാക്കുകൾ നിങ്ങളൊന്ന് മിമിക് ചെയ്യാനായിട്ട് ശ്രമിക്കുക, വീണ്ടും വീണ്ടും നിങ്ങൾ തന്നെ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1, 2, 3 ദിവസം ചെയ്താൽ ബെറ്റർ ആവുന്നതല്ല, ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷേ എല്ലാ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 15 to 20 minutes, പറ്റുമെങ്കിൽ 15 to 30 minutes. ഞാൻ ഈ 15 minutes 10 minutes എന്നൊക്കെ പറയുന്നത് മിനിമം സമയമാണ്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. ഒരു 15 to 30 minutes എങ്കിലും ഇംഗ്ലീഷ് കേൾക്കാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അതോട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഉച്ചാരണം ആക്സെൻറ്റും വിത്ത് ടൈം ഒരു 2 to 3 months എന്തായാലും മിനിമം എടുക്കും നിങ്ങൾക്കൊരു വ്യത്യാസം നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ആക്സെൻ്റ് ആയാലും പ്രൊനൗൺസിയേഷൻ ആയാലും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ആണ് ഫൈനൽ തിങ്, അതായത് പലരും ആദ്യം ചെയ്യുന്നതും പക്ഷെ ഞാൻ എപ്പോഴും അവസാനം റെക്കമെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം, പുതിയ വാക്കുകൾ പഠിക്കാം, പുതിയ ഫ്രേസസ് പഠിക്കാം. ഞാൻ കണ്ടുവന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത ആൾ പുതിയ വാക്കുകൾ പഠിക്കുന്നുണ്ട്. എങ്ങനെ പുതിയ വാക്കുകൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ എയിം അതായിരിക്കില്ല. ദാറ്റ് ഈസ് ടു ദ എൻഡ്. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയിട്ട് വേണം വൊക്കാബുലറി എന്ത് ചെയ്യാൻ, എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. ഫ്രേസസും ഇഡിയംസും പുതിയത് പഠിക്കേണ്ടത് അപ്പോഴാണ്. സോ ടുവേർഡ്സ് ദ എൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഐ വുഡൻറ്റ് റെക്കമെൻഡ് യു ടു ബൈ ഹാർഡ് എ ഡിക്ഷണറി. അതൊരിക്കലും സജസ്റ്റഡ് അല്ല, റെക്കമെൻഡഡ് അല്ല. മൂവീസ് കാണുക, പാട്ടുകൾ കേൾക്കുക, വായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വായിക്കുക, അപ്പം നിങ്ങൾക്ക് പുതിയ വാക്കുകൾ കിട്ടും. കോണ്ടെക്സ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ആ ഉള്ളടക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. അങ്ങനത്തെ വാക്കുകൾ എടുക്കുക, സംസാരത്തിനിടയിൽ ഈ വാക്കുകൾ യൂസ് ചെയ്യുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പുതിയ വാക്കുകൾ പഠിക്കുക. അല്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാണാതെ പഠിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ഒരാഴ്ച ചെയ്യും, അല്ലെങ്കിൽ 2 ആഴ്ച, 3ാമത്തെ ആഴ്ച തൊട്ട് നമുക്കത് മടുക്കും, നമ്മളത് ചെയ്യില്ല. സോ ഓർഗാനിക്കായിട്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണാനാണ് ഇഷ്ടമെങ്കിൽ സിനിമകൾ കാണുക, അതിൽ നിന്ന് പുതിയ വാക്കുകൾ എടുക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, സിറ്റുവേഷൻസ് അനുസരിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വാക്കുകളും ഇഡിയംസും ഫ്രേസസും ഒക്കെ ഇഷ്ടം പോലെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയില്ല 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു. ബട്ട് 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ്, ഫോക്കസ് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള വേർഡ്സും ബേസിക് സെൻറ്റൻസസും പഠിക്കുക. അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മിത്രയുടെ വീഡിയോസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഏത് വീഡിയോസ് വേണമെങ്കിലും റെഫർ ചെയ്യാം. ഇംഗ്ലീഷ് മിത്ര എന്ന് ഞാൻ സജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. പിന്നെ സെക്കൻഡ്, ബേസിക് ഗ്രാമർ, ആവശ്യത്തിനുള്ള ഗ്രാമർ ക്ലാസ്സസ്. അത് നമ്മൾ ഓൾറെഡി പുതിയ ഒരു സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗ്രാമർ ക്ലാസ്സസ്. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവായിട്ട് ആണെന്നാണ് കണ്ട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാം, അത് കണ്ട് നോക്കുക. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗ്രാമർ ക്ലാസ്സസ് ഉണ്ട്. അതിനുശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മളെക്കാട്ടും ബെറ്റർ ആയിട്ട് അറിയാവുന്ന ഒരാളുമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾക്ക് കാര്യങ്ങൾ കറക്റ്റ് ചെയ്തും തരണം. അതേപോലെ തന്നെ എഴുതിയും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 15 minutes ഡെയിലി, രണ്ടിനും കൂടി ഒരു അരമണിക്കൂർ ചിലവഴിക്കുക. 15 minutes സംസാരിക്കുന്നതിനും 15 minutes എഴുതുന്നതിനും. ഇപ്പോൾ 15 minutes ചിലവഴിക്കാനില്ലെങ്കിൽ ഒരു പേജെങ്കിലും നിങ്ങൾ എഴുതുക. പിന്നെ അതിനുശേഷം പ്രൊനൗൺസിയേഷനും ആക്സെൻറ്റും ഇമ്പ്രൂവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു 15 to 30 മിനിറ്റിനിടയിലുള്ള സമയം ഇംഗ്ലീഷിൽ പോഡ്കാസ്റ്റുകൾ കേൾക്കുക, അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് കേൾക്കുക. ഒരിക്കലും സിനിമകൾ കാണരുത്. ദാറ്റ് വോണ്ട് ഹെൽപ്പ് യു. കാരണം നമ്മുടെ ഫോക്കസ് മാറും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും അവസാനം നിങ്ങൾ ഒന്ന് ഇംഗ്ലീഷ് നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് കുഴപ്പമില്ലാതെ സംസാരിക്കാറാവുമ്പോൾ പുതിയ വാക്കുകളും ഫ്രേസസും ഒക്കെ പഠിക്കുക. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ജേർണി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയില്ല. ഈവൻ നൗ ഐ ആം ലേണിംഗ്. ഓരോ ദിവസവും ഞാൻ ഒരു പുതിയ വാക്ക് പഠിക്കുന്നുണ്ട്, പുതിയ ഇഡിയം പഠിക്കുന്നുണ്ട്. ഒരു പുസ്തകം വായിക്കുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്ത ഇംഗ്ലീഷ് വേർഡ്സ് ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പഠിക്കുന്നുണ്ട്. സോ എവറി ഡേ യു ആർ ലേണിംഗ് സംതിങ് ന്യൂ. അപ്പോൾ അത് തീരുന്നില്ല, ബട്ട് യു വിൽ ബി ഫ്ലുവൻറ്റ്, അല്ലെങ്കിൽ യു വിൽ ബി കോൺഫിഡൻറ്റ് ഫോർ ഷുവർ. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഷെയർ ചെയ്യാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അവരുമായിട്ട് ഷെയർ ചെയ്യുക.
ഇംഗ്ലീഷ് പഠിക്കാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടത് പ്രോപ്പർ ഗൈഡൻസും സപ്പോർട്ടും മാത്രമാണ്. അപ്പോൾ അങ്ങനത്തെ സപ്പോർട്ടും ഗൈഡൻസോടും കൂടിയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി, ഡീറ്റെയിൽസ് അവർ അയച്ചു തരും. അതെല്ലാം കേട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. പിന്നെയും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കാം. അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mitra. Stop worrying, start learning.